എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വാർഷികാഘോഷത്തിൻ്റെ ഉദ്ഘാടകനായിരിക്കുന്ന മനേജ് മുത്തടൻ അവരുകളെ, വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ അധ്യാപകർക്കും, മാതാപിതാക്കൾക്കും, എല്ലാ പ്രിയ കൂട്ടുകാർക്കും വിനീതമായ നമസ്കാരം. പ്രസംഗങ്ങൾ, ആശംസകൾ ആർക്കും താല്പര്യമില്ലാത്തവരേറിയ പൊതുവെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ, പബ്ലിക് ഫംഗ്ഷനിലൊക്കെ പലരും വരാനും താല്പര്യക്കുറവ് കാണിക്കാനുള്ള കാരണം ഈ പറഞ്ഞത് തന്നെ വീണ്ടും പറയുന്നത് കേൾക്കാനുള്ള വിരക്തിയായിരിക്കാമെന്ന് കരുതുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എൻ്റെ ഉദ്യമത്തെ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ബഹുമാന്യരായവരുടെ പേരൊന്നും പറയാതെ വേഗത്തിൽ എൻ്റെ ഉദ്യമം പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ഗാന്ധിജി ഒരിക്കൽ പറഞ്ഞു, വിദ്യാഭ്യാസം എന്നത് ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ മനോഹരമായി യൗവനകാലത്തിൻ്റെ പ്രാധാന്യത്തെ, ഒരു ജീവിതത്തിൽ ദൈവം വരദാനമായി തരുന്നൊരു ജീവിതം എപ്രകാരം ക്രമീകരിക്കണമെന്നുള്ള ഒരു നല്ലൊരു ഉദ്ബോധനം അദ്ദേഹം നൽകുകയുണ്ടായി. ചേർത്തൊരു വാക്കുകൂടി പറയാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും ഒരു ആശ്രമത്തിൽ ഗുരു ശിഷ്യന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന വലിയൊരു ഉപദേശമാണ്. ഗുരു ശിഷ്യന്മാരോട് പറയുകയാണ്, എൻ്റെ മനസ്സിൽ 2 മൃഗങ്ങളുണ്ട്. ഒന്ന് ഒരു ആട്ടിൻകുട്ടിയും 2 ചെന്നായുമാണ്. ഞാൻ അതിന് 2നും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വളർത്തുന്നുണ്ട്. ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു, ഗുരു അങ്ങനെയെങ്കിൽ ആരാണ് ജയിക്കുക? ഗുരു പറയുകയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത് പരിചരിക്കുന്ന ആരോ അവരാണ് ജയിക്കുക. നമുക്കൊക്കെ നന്മയും തിന്മയും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യരിലും നന്മയും തിന്മയും ഉണ്ട്. നമ്മൾ ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഏതിനാണ് കൂടുതൽ വളരാൻ ശ്രമിക്കുക? പ്രാധാന്യം കൊടുത്ത് വളർത്തുന്ന ഏതിനെയാണ്? അതാണ് നമ്മളുടെ ജീവിതമായി, വ്യക്തിത്വമായി പുറം ലോകം കാണുക. ഇന്ന് വളരെ പരിതാപകരവും വേദനകരവുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനെ പ്രതി കേൾക്കുന്നുണ്ട്. ലോകം ഒരിക്കലും, മാതാപിതാക്കളും ആരും ഒരിക്കലും ആഗ്രഹിക്കാത്ത ചില രീതികൾ, ജീവിത ശൈലികൾ സമൂഹത്തിൽ യൗവനക്കാരുടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും സ്തബ്ധരായി നിന്ന് അതൊക്കെ വീക്ഷിക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ ഈ ലോകം എങ്ങോട്ടാണ് പോവുക? ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യന് ദൈവം കൊടുത്തിട്ടുള്ള വരദാനങ്ങളിൽ സദാചാര മൂല്യങ്ങളും ഈശ്വരവിശ്വാസവും മികവുറ്റ പ്രവർത്തന ശൈലിയൊക്കെ കൊടുത്താണ് ഒരുത്തനെ ഭൂമിയിലേക്ക് ഈശ്വരൻ പറഞ്ഞു വിടുക. അപ്പോ ഈ ജീവിതം, ഈ ജന്മം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനവും പ്രയോജനവുമായി തീരുവാൻ ശ്രമിക്കുമ്പോഴാണ് മറ്റുള്ളവർക്കും സന്തോഷം ഉണ്ടാകുക. ഗുരു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ വളർത്തുന്ന 2 മൃഗങ്ങളിൽ കുഞ്ഞാടിന്റെയും ചെന്നായുടെയും ഭാവം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ പരിപോഷിപ്പിക്കേണ്ടത് കുഞ്ഞാടിന്റെ ഭാവത്തെയാണ്. സംസാര ശൈലി, പ്രവൃത്തി രീതികൾ, നമ്മുടെ സമീപനങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത്, അധ്യാപകരുടെ അടുത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നമ്മുടെ പ്രവൃത്തി ശൈലികൾ ഒരു കുഞ്ഞാടിന് സമമാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. വൈകൃതങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആരും കോപിഷ്ഠരായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ആരും കുറ്റാരോപിതരോ സമൂഹം വെറുക്കുന്നവരായി തീരാൻ ആരും ആഗ്രഹിക്കുന്നില്ല. സാഹചര്യങ്ങളാണ് പലരെയും ക്രിമിനലുകളാക്കി മാറ്റുക. നമുക്ക് ശ്രമിക്കാം, ഈ കൊച്ചുകൂട്ടമെങ്കിലും സമൂഹത്തിന് പ്രയോജനമാകുന്ന നല്ല ഉൾക്കാഴ്ചയുള്ള, ഭാവിയെക്കുറിച്ച് ബോധ്യമുള്ള മാതാപിതാക്കൾക്കും പഠിപ്പിക്കുന്ന അധ്യാപകർക്കും എന്നും നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടാൻ ഈ കോളേജിൽ പഠിക്കുന്ന പ്രിയ കൂട്ടുകാർക്ക് സർവേശ്വരൻ സർവ ദാനങ്ങൾ നൽകട്ടെ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈശ്വര അനുഗ്രഹം ഉണ്ടാകട്ടെ. താങ്ക് യു.